നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നിപ്പോൾ എന്തായിരിക്കും എനിക്കിന്ന് പറയാം, കാരണം ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞായിട്ടുണ്ടായിരുന്ന നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി, അതായത് കോക്കനട്ട് ഇല്ലാത്ത അപ്പം, ഒരുപാട് പേര് ട്രൈ ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാൻസ് പേജിലൊക്കെ അപ്പത്തിന്റെ ബഹളാണ്. ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്നും ഒക്കെ ഫുൾ അപ്പാണ്. മാത്രമല്ല എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് പേഴ്സണലി ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ അടുത്ത് നന്ദി പറയാണ് ഞാൻ ഈ അവസരത്തില്, നമ്മുടെ അപ്പം ഇത്ര ഹിറ്റാക്കി മാറ്റി തന്നതിന്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇന്നലെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് കുറെ പേരുടെ ചോദ്യം ഇതായിരുന്നു, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാൻ പറ്റുമോ ഈസ്റ്റിന് പകരമായിട്ട്. ഈ റെസിപ്പിയിൽ നമുക്ക് ബേക്കിംഗ് സോഡേനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഈസ്റ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് ഈസ്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പലരും ചോദിച്ചിരുന്നു ചോറ് വെച്ച് ചെയ്യാം. ചോറ് വെച്ച് ചെയ്യാം, പക്ഷെ ചോറ് വെച്ച് ചെയ്യുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റും അവൽ വെച്ച് ചെയ്യുന്ന അപ്പത്തിൻ്റെ ടേസ്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം ചെയ്ത് നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ചേഞ്ച് എങ്ങനെയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വറക്കാത്ത പൊടി വെച്ചിട്ട്. ഞാൻ ഇന്നലെ ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്, വറുത്തിട്ടുള്ള അപ്പത്തിന്റെ പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അതേസമയം വറക്കാത്ത അപ്പത്തിന്റെ പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. ചിലർ ചോദിച്ചിട്ട് പുട്ടുപൊടി വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുപൊടിയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അരച്ച് ചെയ്യണം, അല്ലാണ്ട് ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെറുതെ മിക്സ് ചെയ്യുകയാണെങ്കിൽ പുട്ടുപൊടി വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവലരയ്ക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂടെ പുട്ടുപൊടിയാണ് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് അരച്ചോളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ അതിൽ കൂടെ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരുടെ സെയിം സംശയങ്ങളായതുകൊണ്ട് ചിലതിനേക്ക് കമന്റിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇനി സംശയം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ അപ്പത്തിന്റെ കൂടെ ഒരു മുട്ടക്കറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കറിയാണെന്ന്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ആ കറിയുടെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന മുട്ടക്കറി തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷെ ആ ചെറിയ വ്യത്യാസം വളരെ വലിയ ഡിഫറൻസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കറികളുടെ ടേസ്റ്റിൽ. പൊട്ടുമയാണ് നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുട്ടക്കറി പോലെയൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ട് താനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഈ റെസിപ്പിക്ക്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 3 സവാള കട്ട് ചെയ്തത്, അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, കാരണം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് സവാളയുടെ ഷേപ്പൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വലുതാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ മിഡിൽ പോർഷനിലെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു കനപ്രസ് ഉണ്ടാവും നമ്മുടെ സവാള അരച്ചു വരുമ്പോൾ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 കഷ്ണം വെളുത്തുള്ളി, അത് ഇതേപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും മുറിച്ചിട്ട് കൊടുക്കാം. വലിയ കഷ്ണമാക്കി ഇട്ടാലും കുഴപ്പമില്ല, വഴറ്റിയെടുക്കാൻ നമുക്ക് എളുപ്പം ചെറുതായി മുറിച്ചിടുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന വരെ വഴറ്റണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പോൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ പക്ഷെ വളരെ ഫൈനായിട്ടാണ് മുട്ടക്കറിയിൽ സവാള അരിഞ്ഞിടുക, നമ്മൾ അരക്കില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം, നല്ല ജീരകമല്ല പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ്. ഇത് അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇടാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല റിച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ഇടുന്നത്. അതേസമയം അണ്ടിപ്പരിപ്പ് അലർജിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടണ്ട. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതല്ലെങ്കിൽ അതോ 2 ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അണ്ടിപ്പരിപ്പ് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. കാരണം പിള്ളേർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള കടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം മുഴുവനും അല്ലേ. അപ്പോൾ ഇവിടെ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അടിയാണ്. ഞാനതിന് ചാറ് ഇങ്ങനെ തനിയെ എടുത്ത് മാറ്റി കൊടുക്കണം. സവാള കഴിച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നം, ബഹളം,
അപ്പം ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും നമുക്ക്. അച്ഛനും മക്കൾക്ക് രണ്ട് രീതിയിൽ വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അരച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പ്രത്യേകിച്ച് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സംഭവം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുണ്ടാന്ന് വെച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി എന്തായാലും അത് ഇടും. ഞാൻ പറഞ്ഞത് ഈസിയാണ്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള റെസിപ്പിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ചേച്ചി, എന്നാലും ഒരു വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിത് നന്നായി അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ, അതുവരെ വഴറ്റി കൊടുക്കത്തോണ്ടേ ഇരിക്കണം. ഞാൻ ആ സമയം കൊണ്ട് 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങുന്ന നേരത്ത് അതിലേക്ക് കുറച്ച് പുട്ട് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ചൂടുവെള്ളത്തിൽ നിന്ന് നേരെ പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തൊലി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മുട്ടയുടെ ഉള്ളിലോട്ടൊക്കെ ഗ്രേവിക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി ഇടാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്യാം കേട്ടോ. ചെറിയ തീയിലിട്ടതിന് ശേഷം പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാൻ മറക്കരുത്. ഈ പൊടികളുടെ പച്ചമണം ഉണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ സ്മെല്ല് തന്നെ മാറിപ്പോകും. സ്മെല്ലും ടേസ്റ്റും ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഈ പച്ചമണം മാറുന്നവരെ വഴറ്റാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ഞാൻ പറഞ്ഞ പോലെ നട്ട്സ് അലർജിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കണ്ട. പിന്നെ നിങ്ങൾ ചോദിക്കാം അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് ബദാം പരിപ്പ് ചേർക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന്. ഞാൻ ബദാം പരിപ്പൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അണ്ടിപ്പരിപ്പിന്റെ ടേസ്റ്റ് അതേപോലെ തന്നെ പീനട്സും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് തോന്നുന്നത്. പക്ഷെ അണ്ടിപ്പരിപ്പിന്റെ ടേസ്റ്റ് എന്തായാലും അതിന് കിട്ടില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുകയും ചെയ്യും. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമുക്ക് ഗ്രേവി നോക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം നമുക്ക് നാളികേരപ്പാൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന് പച്ചമണം മാറുന്നവരെ ചെറുതീയിൽ ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ചേർത്തിരിക്കുന്ന പൊടികളുടെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് വേവിക്കുക. തക്കാളിയുടെ പച്ചമുളക് നന്നായി മാറി നന്നായി കുക്കാവണം തക്കാളി. അപ്പോൾ അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യണ്ടേ കേട്ടോ. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ നോൺ സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഞാൻ ഓപ്പൺ ചെയ്തു, നന്നായി കുക്കായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അങ്ങ് കുക്കാവണം. തക്കാളി എന്തായാലും നന്നായി കുക്കായി ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രം അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് മതി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റണമെന്നില്ല. പെട്ടെന്ന് ചൂടാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതല്ല അതിന് ഇതിൽ തന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കും. അപ്പോൾ ഇത് ചൂടാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല എന്നല്ല, മിക്സിയുടെ മൂടിയൊക്കെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ചൂട് ആറിയതിന് ശേഷം മാത്രം അരയ്ക്കാണ് ഏറ്റവും സേഫ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരയ്ക്കാം, പക്ഷെ എപ്പോഴും സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഞാൻ രാവിലെ തിരക്കുള്ള സമയത്ത് മിക്സിയിൽ ചൂടോട് കൂടിയിട്ടുള്ള ഇതേപോലെ സവാളയുടെ കൂട്ടിട്ടിട്ട് അങ്ങ് അരയ്ക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അങ്ങ് മുകളിലേക്ക് അങ്ങ് ബേസ്റ്റ് ആയി പോയി. അതുകൊണ്ട് കംപ്ലീറ്റ് അടുക്കളയും കേടാവും. ചില സമയത്ത് നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക. ഇപ്പം ഞാനിതിലേക്ക് കംപ്ലീറ്റ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതങ്ങ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സെയിം പാത്രത്തിലോട്ട്, ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, സെയിം പാത്രത്തിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നല്ല ഫൈനായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേവി അരച്ചു ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നത്, കാരണം ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടണ്ടേ. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പോട് കൂടി നിങ്ങൾക്ക് നിർത്താം. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അത് വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. അതേസമയം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ പക്ഷെ എപ്പോഴും നാളികേരപ്പാലിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഫ്രഷ് തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കട്ടി തേങ്ങാപ്പാലാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷെ
നമ്മുടെ ഫ്രഷ് കോക്കനട്ട് മിൽക്കിന്റെ ടേസ്റ്റ് എന്തായാലും മിൽക്ക് പൗഡറിന് കിട്ടില്ല. പലർക്കും ഫ്രഷ് തേങ്ങ അവൈലബിൾ അല്ല എന്ന് എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. ഞാൻ പക്ഷേ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാല ഒഴിക്കാനാണ്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഈ സമയത്ത് നിങ്ങൾ ഗ്രേവി ടേസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഡിസൈഡ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഈ സമയത്ത് തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗ്രേവി. ഇതിലിപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മുട്ട ഒരു 5 മിനിറ്റോളം നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. അതിനുശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഗ്രേവി തിളപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പൊ തിളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം അവസാനം ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരച്ച് ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ചിലവർ എന്താ ചെയ്യുക വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കും. പക്ഷെ അതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ പൊട്ടിത്തെറിക്കി പുറത്തോട്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് മുഴുവൻ ഗ്രേവി അങ്ങ് പൊട്ടിത്തെറിച്ച് പോകും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഗ്രേവിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുഴിയുള്ള പാത്രത്തിൽ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തീ കുറയ്ക്കാൻ പോവാണ്. തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം ഒരു നുള്ള് പഞ്ചസാര ഞാൻ തൂക്കി കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂയി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. ഞാനിപ്പോൾ ഒരു കേരള ബേസ് കറി ആയതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഫ്ലേവറാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ഫൈനലായിട്ട് ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നമ്മുടെ കറിയുടെ അടിപൊളിയുണ്ട് കേട്ടോ. അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും സൂക്ഷിക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓഫ് ചെയ്യാണ്. ജസ്റ്റ് ചൂടായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അങ്ങനെ ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഫൈനലി ആയിട്ട് എന്ത് ചെയ്യണം, അല്പം കോക്കനട്ട് ഓയിൽ അങ്ങ് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടും. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിൽ ഗരം മസാല ഇട്ടിട്ടേ ഇല്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചേച്ചി ഗരം മസാല മറന്നുപോയതാണ്. ഗരം മസാല ഞാൻ മറന്നതല്ല, ഞാൻ ഇടാത്തതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല അല്പം ചേർത്ത് കൊടുക്കാം. ഒരു വിരോധമൊന്നുമില്ല കേട്ടോ. ഗരം മസാല ഇല്ലാണ്ട് തന്നെ അടിപൊളി കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല തിക്കായിട്ടുള്ള, അതേസമയം ഒരുപാട് അങ്ങ് തിക്കല്ല, ഒരു സെമി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇത് ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടും. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് തിക്കായിട്ട് മാറും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് നമ്മളതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രീം ആണെങ്കിലും തിളപ്പിക്കാൻ പാടില്ല. ലാസ്റ്റ് നാളികേരപ്പാൽ ഒഴിച്ച പോലെ തന്നെ ക്രീം ഒഴിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാനേ പാടുള്ളൂ. ക്രീം ഒഴിച്ചൊരിക്കലും തിളപ്പിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല. ഓക്കെ, ഞാൻ ഫൈനൽ ടേസ്റ്റ് ഒന്ന് ചെയ്യട്ടെ. അടിപൊളിയായിട്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ല. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മധുരവും ചെറിയ പുളിപ്പും എരിവ് അധികം ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ അധികം എരിവ് ഇട്ടിട്ടില്ല. അതേസമയം നമ്മൾ വലിയ ആൾക്കാർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന മുളകിന്റെ ഇതിൽ മാറ്റം വരുത്തുന്ന, അതായത് കാശ്മീരി മുളക് പൊടിയുടെ കൂട്ടത്തിൽ കൂടെ ഒരു 1/4 ടീസ്പൂണെങ്കിലും നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം ചെറിയ എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എരിവിന് അനുസരിച്ച് നിങ്ങൾ ഇതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ അവലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഈവൻ ചോറിൻ്റെ കൂടെയോ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയതിന് ശേഷം ഫോട്ടോസൊക്കെ അയച്ചുതരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അതിന് പേടിയില്ലേ? അതിന്റെ പണിയായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കില്ലേ വീട്ടില്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അതിന് പേടിയില്ലാണ്ടായി. I'm gonna catch the biggest one. I'm gonna get you, Piggy. I'm gonna get you, Piggy. Avadi kida? Sit down there. This is the biggest one, right? Sit there. Sit.
കുട്ടായി ഇരിക്കടാ. ലൈക്ക് ദാറ്റ്. This is the biggest one, right?